അംബികയെ എന്ത് പണി അമ്മയെ കാട്ടണേ? ഒട്ടും നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എത്ര നേരമായി കിടപ്പ് കിടക്കുക. ഇത്തിരി നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ എന്തിനാണ് ഈശ്വര എന്നെ ഇട്ടേക്കണത്? 2 അടി നടന്ന പിന്നെ ശ്വാസം കിട്ടില്ല. നീ പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം. രമയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മേ, സേതു. എന്റെ മോൻ. അമ്മേ, പതുക്കെ. എന്റെ മോനെ ഞാനൊന്ന് കാണണേ. വേണ്ട, ഇവിടെ നിന്നാ മതി. എന്റെ മോനെ സേതു. അകത്തേക്കിരിക്കാം. അമ്മയ്ക്ക് തീരെ സുഖമില്ലടാ. എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്. അച്ഛനെന്തേ അമ്മേ? ഇനി നെഞ്ചുവേദന വരുത്തും. എന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത്? കിടന്നു. ലത എന്ത് ഏട്ടത്തി? ലതയ്ക്കുന്ന റിഹേഴ്സലുണ്ട്. അച്ഛനും അവളും പോയിരിക്കുക. ഇന്ന് വരില്ലേ? നാടകം രാമപുരത്ത് തന്നെയാ, വായനശാലക്കാരുടെ. അതുകൊണ്ട് രാത്രി റിഹേഴ്സൽ കഴിയുമ്പോ വരും. ജീവിതത്തിൽ എന്തെല്ലാം മോഹിച്ചവളാണ് ഞാൻ. എല്ലാം തകർത്തെറിഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്ക് എന്റെ ശരീരത്തിൽ തൊടാൻ പോലും അവകാശമില്ല. എന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊല്ലും നിന്നെ. അയ്യോ, അങ്ങനെയല്ല രവി. ഒരു പെണ്ണിനെ ഇങ്ങനെയാണോ? പിടിച്ചൊതുക്കണം. എന്തിനാ നാണിക്കുന്നേ? കടന്നു പിടിക്കണോ? ലത ശരിക്കും കുതറണം. പിടിച്ചൊതുക്കി സാരി വലിച്ചു മാറ്റണം. അതെ, പോരാ. സബ് ഇൻസ്പെക്ടർ സേതു, അച്ഛൻ്റെ തെമ്മാരി. ഞാൻ ഉച്ചയ്ക്കെത്തി. ഇന്നലെ ആയിരുന്നു വിട്ടത്. ഹമീദ് പറഞ്ഞിരുന്നു ചിലപ്പോൾ റിലീസിംഗ് ഉണ്ടാവുന്നു. വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? അച്ഛനെ കാണാൻ മനസ്സ് കൊതിക്കായിരുന്നു. കണ്ടില്ലേ? കണ്ടു കൊതി തീർക്ക്. അകത്തേക്ക് നല്ല ഇതയുണ്ടാവും. അതും കാണേണ്ട കാഴ്ച തന്നെയാ. ലതേ, ഏട്ടാ, എന്താ മോളെ ഇത്? കരയല്ലേ? അച്ഛനെ കണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? കക്കാൻ പോണോ? ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാണ്ട് ഒരെണ്ണം അകത്ത് കിടക്കണുണ്ട്. കെട്ടിയവൻ ഉപേക്ഷിച്ച് വേറൊരെണ്ണം. ദേ 3-4 വയറ് കഴിയണം, ചികിത്സ, രമേശന്റെ പഠിപ്പ്. കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത്? എന്റെ പെൻഷൻ കൊണ്ട് എന്താവാനാ? അവളെ കൊണ്ടാവുന്ന അവള് ചെയ്യുന്നു. മാനാഭിമാനം നോക്കി അവിടെ ഇരിക്കുകയുള്ളൂ.
ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല. മതി പറഞ്ഞത്. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? 2 അടി നടന്നു എന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ മോന്റെ അടുത്തൊന്ന് നിക്കട്ടെ. അമ്മ കിടക്ക, ഞാൻ അമ്മയുടെ മുറി വന്നിരിക്കാം. വേണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത്തിരി കാറ്റും വെളിച്ചം കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ ആകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇവിടെ കൊണ്ട് എത്തിച്ച അവനോൻ തന്നെയാ. എന്നിട്ടിപ്പൊ മാനക്കേട്, നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ല ഒന്നും. അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു കണക്കിന് ഈ കുടുംബം നീങ്ങുന്നുണ്ട്. ഇനി രമേശനാണ് ഒരാശ. അവനെ എങ്ങനെയെങ്കിലും ഒരു കരകയറ്റി എടുക്കണം. അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക. അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛാ. ആവരുത് എന്നാ പറയണത്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായതാ. അവിടുന്ന് വാരിക്കൊട്ടി കൊണ്ടുവരാ. നീ ഇതും കൂടി തകർത്താ എല്ലാത്തിനും വല്ല വിഷവും വാങ്ങി കൊടുത്താൽ മതി. അച്ഛന്റെ അപേക്ഷ ആ ഗതി വരുത്തരുത്. മോനെ, അച്ഛനുള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ. നീ അത് കാര്യാക്കണ്ട. ഞാനിവിടെ ഒരു അധികപ്പെട്ടാണോ അമ്മേ? അമ്മേ, സേതു എന്തിയടി? ഇവിടെ ഉണ്ട്. അവന് വലിയ വിഷമായി. അച്ഛൻ പറയണത് കേട്ട് വിഷമിക്കാൻ നിന്നാ അതിനെ സമയമുണ്ടാവും. ചോറ് വിളമ്പട്ടെ ഏട്ടാ? അച്ഛൻ വരട്ടെ. അച്ഛനെ നോക്കിയിരുന്ന ചിലപ്പോ പാതിരാത്രിയാവും. നമുക്കുള്ളത് കഴിച്ചു കിടക്കാം. എന്നെ ആരും പിടിക്കണ്ട. പിടിക്കണ്ടെന്ന് പറഞ്ഞു. വീഴും. ആര്? ഞാനോ? ശരിയായി. അപ്പോ പറഞ്ഞോണ്ട് വന്നത് എന്താന്ന് വെച്ചാ, അച്യുതനായർ തറവാടിയ 3 പ്രാവശ്യം ഗുഡ് സർവീസ് സെന്റർ കിട്ടുക. 3 ടൈംസ്. ഇന്നും അച്യുതനായർ FIR എഴുതിയതാ. വെള്ളം ചോരില്ല, കേസ് വിധിച്ചിരിക്കും. ആ അച്യുതനാരാണ് ചോദ്യം ചെയ്യണേ. അത് ഒരു ക്രിമിനൽ, നൊട്ടോറിയസ് ക്രിമിനൽ. ഞാൻ പോട്ടെ. നിക്കോടോ പറയട്ടെ. ഇനി നാളെ സംസാരിക്കാം. നിങ്ങൾ വീട്ടിലോട്ട് കയറേ, അല്ലെങ്കിൽ അവിടെ നിൽക്കേ. ഞാൻ പോവാ. പറയാനുള്ള കേട്ടിട്ട് പോടോ. ചെന്നിഞ്ഞ് വിളിച്ചോണ്ടല്ലേ. ഇനി ഈ പുരാണം മുഴുവൻ നമ്മൾ കേൾക്കണായിരിക്കും. എന്തുകൊണ്ടോ ഇത്? ആ, ഇടയ്ക്കിടയ്ക്കുണ്ട്. ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. നാടകത്തിന് പോകുമ്പോ നല്ല സൽക്കാരവും കിട്ടും. അറിയില്ലടാ. ഇതുവരെ ഇങ്ങോട്ട് പോരടാ. ശീന്ന് പറയിക്കാതെ ഇവിടം വരെ അച്ചു എത്തി. അല്ലതേ അംബിക. വേണ്ട, നീ സംസാരിക്കണ്ട. നീ വിശ്രമിക്കണം. മനസ്സ് വിഷമിപ്പിക്കരുതേ. എല്ലാവർക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട്. തീയാണ്, തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത്. അറിയോ? അറിയില്ല. അതൊന്നും ആർക്കും അറിയില്ല. ആരറിയാൻ? നിനക്കറിയായിരിക്കും. പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല.